ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വഴുതനങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശരിക്കും ഇത് വഴുതനങ്ങയാണെന്ന് പറയത്തില്ല, അത്രയും ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ വഴുതനങ്ങ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. വലിയ സൈസ് ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തേക്കുന്നത്. അത് നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം അതിൻ്റെ ആ ഫ്രണ്ടിലത്തെ ആദ്യത്തെ ഭാഗം കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് ഞാനൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ചെറിയ കുറച്ച് കട്ടിക്ക് എടുക്കണം, കാരണം ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായി തണുത്ത് പോകും. അപ്പം നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് അതുകൊണ്ട് കുറച്ച് വീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ റൗണ്ട് ഷേപ്പായിട്ട് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും. ഇത്രയും വീതിയിൽ തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. അന്നേരം ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് പൊടിഞ്ഞു പോകത്തില്ല. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളമെല്ലാം കളഞ്ഞതാണ്. ഞാൻ ഒപ്പിയെടുത്താണ് വെള്ളമെല്ലാം. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു, കാരണം അതിൽ നമുക്ക് കൈയിട്ട് ഇളക്കാൻ പാടാണ്. അതാണ് ഞാൻ കുറച്ചുകൂടെ വലിയ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇല്ല, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾക്കനുസരണം എത്രത്തോളം ഉപ്പ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം ഇപ്പം എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുട്ട എടുക്കുന്നുണ്ട്. ഒരു ഒറ്റ മുട്ട മതിയാവും. മുട്ടയും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം മുട്ടയുടെ കൂടെ ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല ക്രിസ്പിയാണ്, സോഫ്റ്റുമാണ്. അപ്പോൾ നല്ല രസമായിരിക്കും കഴിക്കാനായിട്ട്. ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മുട്ടയും പാലുമായിട്ടുള്ള മിക്സ്ചർ മാറ്റി വെച്ചു. ഇതിലേക്ക് അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്ന ബ്രെഡ് ക്രംസ് ആണ്. അത് നമുക്ക് കുറച്ച് ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാവശ്യമുള്ള പിന്നെ കുറച്ച് മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഞാൻ മുളകിൽ അതെടുത്തിട്ട്, അതായത് നമ്മൾ വഴുതനങ്ങ മുളകിൽ മുക്കിയത് നമ്മൾ മുട്ടയ്ക്കകത്ത് മുക്കിയെടുത്തിട്ട് മൈദക്കകത്തൂടെ ഒന്ന് കവർ ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതാണ് നമ്മൾ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നത്. ശരിക്കും നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും. മുട്ടയും പാലിൻ്റെ ആ ടെക്സ്റ്റോടെ കിട്ടുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ അതുപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. എന്നിട്ട് ഞാനൊരു ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണ മതിയാവും. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മൾ ഈ കുട്ടികൾ പച്ചക്കറിയൊക്കെ കൂട്ടാത്ത സമയത്ത് നമ്മളിങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ വെജിറ്റബിൾ ആണെന്ന് അറിവ് കൂടിയില്ല. അവർ നല്ല ടേസ്റ്റെന്ന് പറഞ്ഞ് കഴിക്കും. അപ്പോൾ ഈ ടിപ്പൊക്കെ യൂസ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതത് നന്നായി തിരിച്ചിട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ഒരു വെറൈറ്റി ഡിഷാണ്. വഴുതനങ്ങ വെച്ചിട്ട് നമുക്ക് ഇത്രയും ടേസ്റ്റ് കിട്ടുമെന്ന് പോലും നമ്മൾ വിചാരിച്ചു പോകും. ശരിക്കും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻസ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.